വീടും വീട്ടുകാരും എന്ന ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ സമയം ഒരു 6:40 ആയി. രാവിലെ 6:40 സമയം. അപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതെന്താണെന്നൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തണം. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചു എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നോക്കിയപ്പോൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ വഴുതനങ്ങയൊക്കെ പാകമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ അതുകൊണ്ട് വഴുതനങ്ങ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ 2 വഴുതനങ്ങയാണ് കേട്ടോ പൊട്ടിച്ചേക്കണത്. അതുതന്നെ കുറേ ഉണ്ടാവും. അപ്പോൾ 2 വഴുതനങ്ങയും പൊട്ടിച്ചു. അതിലേക്കുള്ള കറിവേപ്പില 2 തണ്ട് പൊട്ടിച്ചു. ഇതൊക്കെ നമ്മളുടെ വളപ്പം തന്നെ പൊട്ടിച്ചിട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. പിന്നെ അതിലേക്കൊന്ന് നാരങ്ങയാണ് വേണ്ടത്. നാരങ്ങ ഇങ്ങനത്തെ നാരങ്ങയാണ്. ഇത് ഈ കളർ തന്നെ ആയിട്ട് ഉണ്ടാവുക, പച്ച കളർ തന്നെ ഉണ്ടാവുക. ഇത് മഞ്ഞ കളർ ആവാറില്ല. അപ്പോൾ അതൊന്നൊരു നാരങ്ങയും പൊട്ടിച്ചു. അത് ജസ്റ്റ് ഒന്ന് പിഴിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാരങ്ങയും പൊട്ടിച്ചതാ, ഒരു നാരങ്ങയും പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതൊക്കെ ഒന്ന് കഴുകാം. ഒന്ന് കഴുകിയിട്ട് ഇതൊക്കെ ഒന്ന് അരിയണം. അരിഞ്ഞിട്ട് വഴുതനങ്ങ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടേക്കണം. കാരണം അതിനൊരു കട്ടുണ്ടാവും. ആ കട്ട് പോവണം, അല്ലെങ്കിൽ വഴുതനങ്ങ കഴിക്കുന്നൊക്കെയാണ് പറയുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടുന്ന പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ പിഴിയുക. പിന്നെ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില. അത്രേ ഉപയോഗിക്കണുള്ളൂ. അപ്പോൾ നമുക്കത് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ വഴുതനങ്ങ ഇട്ട് വെച്ച വെള്ളട്ടോ. ഈ കളറ് ഇങ്ങനെ, ഈ കളറ്. പിന്നെ ഈ മസാലയൊക്കെ ഇതാ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് നമ്മളൊരു നാരങ്ങ അതിലേക്ക് ഒഴിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ് പിഴിയാൻ, കാരണം നല്ല പെരള്ള നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കണം. നമ്മളൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് തുറന്ന് നോക്കാം. മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ അത് ഫ്രൈ ചെയ്യാം. എണ്ണ ഒഴിച്ചിട്ട് നന്നായി, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞു. ആ ചട്ടിയിൽ തന്നെ കേട്ടോ കാണിക്കണത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടെന്നുള്ളൂ, അതുകൊണ്ട് എണ്ണ മുഴുവൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എല്ലാവർക്കും ബൈ.